വടകരയിലെ MDMA കേസിൽ ഒരു അധ്യാപിക കൂടി അറസ്റ്റിലായി. പേരാമ്പ്ര BRSലെ അധ്യാപികയായ കുട്ടോത്ത് സ്വദേശി ബി പിനീഷ്മയാണ് അറസ്റ്റിലായത്. നിഷ്മ രാസലഹരി ഉപയോഗിച്ചിരുന്നതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചും ശക്തമായ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും. അത് യാതൊരു ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് ശക്തമായ അന്വേഷണം വരും ദിവസങ്ങളിൽ ഉണ്ടാവും. നിഷ്മ എന്നാണ് പേര്, പിനീഷ്മ എന്നല്ല. നിഷ്മ എന്ന അധ്യാപികയാണ് അറസ്റ്റിലായത്. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായുണ്ട്. അഞ്ജന, ഇപ്പോൾ മൂന്നാമത്തെ അധ്യാപിക അല്ലേ അറസ്റ്റിലായത്? കൂടുതൽ അധ്യാപകർക്ക് പങ്കുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? ഇവരെങ്ങനെ ഈ കുരുക്കിൽ ചെന്ന് പെട്ടു? രതീഷ്, ഇത് മൂന്നാമത്തെ അധ്യാപികയാണ് അറസ്റ്റിലാവുന്നത്. ഈ അധ്യാപികയും BRCയിലെ തന്നെ അധ്യാപികയാണ്. നേരത്തെ അറസ്റ്റിലായ കീർത്തനയുടെയും കാവ്യയുടെയും സുഹൃത്ത് തന്നെയാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന നീഷ്മയും. നേരത്തെ ഈ രണ്ടുപേരും അറസ്റ്റിലായതിൽ നിന്നും ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ നിന്നും ചോദ്യം ചെയ്തതിൽ നിന്നും ഒക്കെ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നീഷ്മയിലേക്കും അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയത്. വടകര CIയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ഉച്ചയോടെയാണ് നീഷ്മയെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ കണ്ടെത്തലുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയാണ് ഈ രണ്ട് അധ്യാപകരും ഈ ലഹരി സംഘവുമായി ബന്ധപ്പെടുന്നത്, അടുപ്പം സ്ഥാപിക്കുന്നത് എന്നൊക്കെ. അത് ലഹരി സംഘമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റഗ്രാം വഴി രണ്ടുപേരും, ആദ്യം അറസ്റ്റിലായ കീർത്തനയും കാവ്യയും, ഈ ലഹരി സംഘത്തോട് അടുക്കുന്നതും ബന്ധം സ്ഥാപിക്കുന്നതുമൊക്കെ. പിന്നീട് ഇവർ മുഖാന്തരമായിരുന്നു ഈ ലഹരി വിൽപ്പനയുടെ മുഖ്യ കണ്ണികളായി ഇവർ രണ്ടുപേരും മാറുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും അക്കൗണ്ടിലേക്ക് എങ്ങനെയാണോ പണം വന്നിരുന്നത് അതുപോലെ തന്നെയായിരുന്നു നീഷ്മയുടെയും അക്കൗണ്ടിലേക്ക് പണം എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇവർക്ക് നേരിട്ട് ഈ ലഹരി വാങ്ങുന്ന ആളുകളുമായി ബന്ധമില്ല. ഇവർ മുഖാന്തരം, ഇവരുടെ അക്കൗണ്ടുകൾ മുഖാന്തരം മാത്രമാണ് ഇത്തരത്തിൽ പണം ലഭിച്ചത്. അത് പണം ലഭ്യമായി കഴിഞ്ഞാൽ ഈ ലഹരി വെച്ചിട്ടുള്ള ലൊക്കേഷൻ വാങ്ങുന്ന ആളുകൾക്ക് കൃത്യമായി അയച്ചു നൽകും. ആ രഹസ്യ ലൊക്കേഷനിലേക്ക് ലഹരി വാങ്ങുന്ന ആളുകൾ എത്തുകയും അവിടെ നിന്ന് ലഹരി കളക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയായിരുന്നു ഇവരുടെ രീതി. ഈ ചെറിയ കാലയളവ് കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് മൂന്നുപേരുടെയും അക്കൗണ്ടിലേക്ക് വന്നു ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ചെറിയ സൂചനകൾ ഉണ്ടായിരുന്നത് രണ്ടുപേരിൽ ഒതുങ്ങുന്നതല്ല, ഇനിയും കൂടുതൽ ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് സംബന്ധിച്ച്. ഏതായാലും ഇപ്പോഴും ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തീരുന്നില്ല. മറ്റു ചിലർ കൂടി കണ്ണികളായി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത്. ഈ അധ്യാപകരായതുകൊണ്ട് തന്നെ ആ ഐഡന്റിറ്റി ഈ ലഹരി മാഫിയ സംഘം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. ഇതുവഴി കൂടുതൽ ആളുകളെ അധ്യാപികമാരാണ് ഈ ലഹരി സംഘത്തിന്റെ വലയിൽപ്പെട്ടത്, അവരാണ് ക്യാരിയർമാരായി മാറിയത്. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ: ഒന്ന്, വിദ്യാർത്ഥികൾക്ക് ലഹരി കൊടുത്തോ അല്ലെങ്കിൽ മറ്റാർക്കാണ് ലഹരി കൊടുത്തത്? രണ്ടാമത്തേത്, പിന്നിൽ ആരാണ്? വലിയ സംഘമാണോ അതേതെങ്കിലും ഒരാളാണോ? നിലവിൽ വിദ്യാർത്ഥികൾക്ക് ആർക്കെങ്കിലും ലഹരി കൊടുത്തതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല. ഇവർക്ക് പിന്നിൽ വലിയൊരു ലഹരി മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന സൂചനകൾ. ഈ അറസ്റ്റിലായ മൂന്ന് പേരും ഇവർ സിന്തറ്റിക് ലഹരി ഉപയോഗിച്ചിരുന്ന ആളുകൾ ആയിരുന്നു എന്നുള്ള കണ്ടെത്തലും പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത്. നേരത്തെ രണ്ടുപേരും, അതായത് കീർത്തനയും കാവ്യയും, മൊഴി നൽകിയിരുന്നത് ഇവർക്ക് നല്ലൊരു തുക കമ്മീഷനായി ലഭിച്ചിരുന്നു എന്നാണ്. അതായത് ഒരു 50,000 രൂപയ്ക്കൊക്കെ ലഹരി വിൽക്കുമ്പോൾ ഏതാണ്ട് ഒരു 3,000 രൂപയോളം കമ്മീഷനായി ലഭിക്കും. അങ്ങനെയാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഇവർ മൊഴി നൽകിയിരുന്നത്. എന്നാൽ പോലീസ് ആ മൊഴി അത്രത്തോളം വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. കാരണം അതിനേക്കാളൊക്കെ കൂടുതൽ തുക ഈ ലഹരി മാഫിയ ഇവർക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഈ മൂവരും തമ്മിൽ എന്താണ് ബന്ധം? പരസ്പരം ബന്ധമുണ്ടോ? ഒരേ സ്കൂളിലെ അധ്യാപകരാണോ? അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്താണ് ബന്ധം? ഇവർ ഒരുമിച്ച് പഠിച്ചതാണോ? ഏതെങ്കിലും ഹോസ്റ്റലിൽ ഇവർ ഒരുമിച്ചുണ്ടായിരുന്നതാണോ? ഇവരെങ്ങനെ ഈ റാക്കറ്റിന്റെ ഭാഗമായി വന്നു? അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഈ മൂന്ന് പേരും BRCയിലെ തന്നെ അധ്യാപകരാണ്. നേരത്തെ ആദ്യം അറസ്റ്റിലായ കീർത്തനയും രണ്ടാമത് അറസ്റ്റിലായ കാവ്യയും, അവർ രണ്ടുപേരും ഏറെ നാളായി സുഹൃത്തുക്കളായിരുന്നു. ചെറുപ്പം തൊട്ട് തന്നെ അവർക്ക് പരസ്പരം അറിയാവുന്ന വ്യക്തികളാണ്. ചെറുപ്പം മുതലേ വലിയ സൗഹൃദമുള്ള ആളുകളാണ്. ഇവരുടെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഇവർ ആദ്യമായി MDMA ഉപയോഗിക്കുന്നത്. മംഗളൂരിൽ വെച്ച ഒരു സുഹൃത്ത് വഴിയാണ് ആദ്യം MDMA ഉപയോഗിക്കുന്നത്. പിന്നീടാണ് ആ സുഹൃത്ത് വഴി തന്നെ ഇൻസ്റ്റഗ്രാം മുഖാന്തരം ഈ ഒരു ലഹരി മാഫിയയുമായി ഇവർ ബന്ധപ്പെടുന്നതും ബന്ധം സ്ഥാപിക്കുന്നതുമൊക്കെ. പിന്നീട് അങ്ങനെയാണ് ഇവർ ലഹരി വിൽപ്പനയുടെ കണ്ണികളായി മാറുന്നതും. ഏതായാലും ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പിന്നീട് നീഷ്മയും